ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മ കൽപ്പന സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ഭക്ഷണം എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങ് ചെല്ലാണ്. അതെ, ഒരമണിക്കൂർ. എന്താ, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട 1 മിനിറ്റ്, ഇപ്പോൾ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് കിച്ചണിലോട്ട് ഓടുകയാണ് ശ്രുതി. അപ്പോഴേക്കും നമ്മുടെ അശ്വന്റെ ഷുഗർ ലെവൽ താഴെ ആവുന്നുണ്ട്. ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുകയാണ്. അങ്ങനെ ശ്രുതി അങ്ങ് വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് അശ്വൻ ഇങ്ങനെ ചെയറിലേക്ക് വീണ് കിടക്കുന്നതായിരിക്കും കേട്ടോ കാണുക. അയ്യോ അശ്വിൻ സാർ, എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി, അഞ്ജലി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എല്ലാരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. ഷുഗർ കുറഞ്ഞതായിരിക്കും, നേരത്തിന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയാ എന്നും പറഞ്ഞ് ഒരു മധുരമുള്ള പലഹാരം അശ്വിന് കൊടുക്കുകയും അത് കഴിച്ച് അശ്വിൻ എണീറ്റ് നിന്ന് പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ റൂമിൽ പോയി കിടന്നോളാം, എല്ലാവരും പൊക്കോളൂ എന്ന് പറയണേ. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി നമ്മുടെ അഞ്ജലി ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. അശ്വിന്, നീ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാട്ടോ കുഞ്ഞ, ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ഫുള്ള് തീറ്റിച്ചിട്ടാണ് അഞ്ജലി അവിടുന്ന് പോകുന്നത്. ശ്രുതിയുടെ മുഖം കാണുമ്പോൾ അഞ്ജലി പറയും, ശ്രുതി നീ വിഷമിക്കണ്ട, ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ, ഭക്ഷണം കഴിക്കാത്തതിൻ്റെ, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും റെഡി ആയിക്കോളും എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ടെൻഷനായി നിൽക്കാട്ടോ. എന്നിട്ട് അഞ്ജലി പോയി കഴിഞ്ഞതിന് ശേഷം അശ്വിൻ ആ ബെഡിൽ നിന്ന് എണീക്കാണ്. നിങ്ങൾ ഇവിടെ തന്നെ കിടന്നോളൂ, വേണ്ട ഞാൻ അപ്പുറത്താണ് കിടക്കുന്നത്, അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടെ കിടന്നില്ലെങ്കിൽ ഞാൻ അഞ്ജലി ചേച്ചിയോട് പറയും എന്നും പറഞ്ഞ് അശ്വിനെ ബെഡിൽ കിടത്താണ്. അശ്വിനാണെങ്കിൽ ശ്രുതിയെ നോക്കിക്കൊണ്ടാണ് കേട്ടോ ഉറങ്ങിപ്പോകുന്നത്. അതിനുശേഷമാണെങ്കിൽ ശ്രുതി ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് അശ്വിനെ വന്ന് നോക്കുമ്പോൾ അശ്വിൻ നല്ല ഉറക്കത്തിലായിരിക്കും. ശ്രുതി ആണെങ്കിൽ ഉറങ്ങാതെ കാവലിരിക്കുകയാണേ. ശ്രുതിക്ക് ഉറക്കം വരുമ്പോൾ ശ്രുതി കിടന്നിരുന്ന ആ ഒരു ഭാഗത്ത് പോയി ഇരുന്ന് അശ്വിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് നമ്മുടെ ശ്രുതി അശ്വിനെ നോക്കി നോക്കി ഉറങ്ങി വീഴുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയും, ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും, നടക്കാം, അപ്പോൾ ഉറങ്ങില്ലല്ലോ. അങ്ങനെ ശ്രുതി നടക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ വെള്ളത്തിന് ദാഹിച്ചിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഓടിച്ചെന്ന്, വേണ്ട വേണ്ട എഴുന്നേൽക്കണ്ട, എന്താ വേണ്ടതെന്ന് പറഞ്ഞോ, എനിക്ക് ഒരല്പം വെള്ളം വേണമെന്ന് പറയണേ, വെള്ളമൊക്കെ ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞ് ശ്രുതി വെള്ളം എടുത്തു കൊടുക്കുകയാണ്. അപ്പോഴേക്കും അത് കുടിക്കുമ്പോഴേക്കും അശ്വിനാണെങ്കിൽ ചുമ വരും. എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് പ്രണയത്തോടെ ഒരു നോട്ടം നോക്കുകയാണ് കേട്ടോ. അശ്വിൻ സാർ കിടന്നോളൂ സാർ എന്നും പറഞ്ഞ് അശ്വിനെ പിടിച്ച് ശ്രുതി കിടത്തും. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അശ്വിൻ തിരിഞ്ഞു കിടക്കുകയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി അശ്വിൻ തിരിഞ്ഞു കിടന്ന ആ ഭാഗത്ത് കട്ടിലിൻ്റെ താഴെ പോയിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതിയും ശ്രുതിയുടെ കൈ ബെഡിലേക്ക് വെച്ച് അശ്വിനെ തന്നെ നോക്കി നിൽക്കും. അശ്വിൻ ഉറക്കത്തിലാണെങ്കിലും ശ്രുതിയുടെ കൈയുടെ നേരെ അശ്വിന്റെ കൈയും വെക്കാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരു ഫീല് തോന്നാണ് കേട്ടോ. അങ്ങനെ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ എപ്പോഴോ ശ്രുതി സോഫയിലേക്ക് എണീറ്റ് ഇരിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അശ്വിൻ ഉണർന്ന് തിരിഞ്ഞു കിടക്കും. അത് കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഓടിച്ചെന്ന്, ഗുഡ് മോർണിംഗ്, ഇപ്പോൾ എങ്ങനെയുണ്ട്, ആശ്വാസമുണ്ടോ, വല്ലായ്കയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഒറ്റ തിരിഞ്ഞു കിടത്താണ്. വീണ്ടും ശ്രുതി ഓരോന്ന് ചോദിക്കുന്നത് കേട്ട്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെയും ശ്രുതി നോക്കി നിൽക്കുന്നത് കണ്ട് അശ്വിൻ അവിടുന്ന് പുതപ്പൊക്കെ എറിഞ്ഞ് എണീറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അവിടെ വീണു പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പിടിച്ച് എണീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അശ്വിൻ കൈ തട്ടി മാറ്റാണ്. ഞാൻ സഹായിക്കാം, എനിക്കാരുടെയും സഹായം ആവശ്യമില്ല എന്നും പറഞ്ഞ് ബെഡിൽ പിടിച്ച് എണീക്കാണ്. എന്നിട്ട് ആ കൈയൊന്ന് തടവി നോക്കിയിട്ട്, ആരാ ഇവിടെ എണ്ണ ഒഴിച്ചത്? അയ്യോ, അത് ഇന്നലെ നിങ്ങളുടെ തലയിലിട്ടതിന് ശേഷം കൊണ്ടുപോകുന്ന വഴി വീണതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, എന്ത്, എന്റെ തലയിൽ എണ്ണ തേച്ചെന്നോ എന്നും പറഞ്ഞ് അശ്വിന്റെ തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കാട്ടോ. ആരാ എന്റെ തലയിൽ എണ്ണ തേക്കാൻ വേണ്ടി പറഞ്ഞത്? അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടാൻ വേണ്ടി ചെയ്തതാ. വാട്ട് ദ ഹെൽ, നിന്റെ ഭ്രാന്തിന് ഒരു കുറവും വന്നില്ലേ എന്നും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് അശ്വിനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ശ്രുതിയെ. പിന്നീട് കാണിക്കുന്നത് കിച്ചണാണ്. അവിടെ പ്രീതിയും അഞ്ജലിയും കൂടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പ്രീതിയോട് പറയുന്നുണ്ട്, ഇനി കുഞ്ഞന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല, ഇന്നലെ നന്നായിട്ട് ഉറക്കം കിട്ടി കാണും, എണീക്കുമ്പോൾ വളരെ സ്മാർട്ടാവും എന്നങ്ങ് പറഞ്ഞതും ഒരു കൂർക്കം വലി ഇങ്ങനെ കേട്ടോണ്ടിരിക്കാട്ടോ. അപ്പൊ പ്രീതി പറയും, ആരാ ഇവിടെ കൂർക്കം വലിക്കുന്നത് എന്നും പറഞ്ഞ് രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഉറങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും പ്രീതി പോയി, ശ്രുതി നീ ഇവിടെ എന്തെടുക്ക? അപ്പോഴേക്കും അഞ്ജലി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നീ
ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ല ചേച്ചി, ഞാൻ ഇന്നലെ അശ്വിൻ സാറിന് വേണ്ടി കാവലിരിക്കായിരുന്നു. അറിയാതെ കണ്ണൊന്ന് അടഞ്ഞുപോയി. അത് സാരല്ല ശ്രുതി, ദേ നീ ഈ ചായ കുടിക്ക് എന്നും പറഞ്ഞ് പ്രീതി ഒരു കപ്പ് ചായ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി പറയും, ഞാനിത് ബാർബി മോൾക്ക് കൊടുത്തിട്ട് വരാം. വേണ്ട ചേച്ചി, ഞാൻ കൊടുക്കാം എന്ന് പറയാണ് പ്രീതി. ആള് ഉണർന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ കഥയൊക്കെ പറഞ്ഞേ ഉണർത്താവൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അഞ്ജലി. അപ്പോ അഞ്ജലി പറയും, ശ്രുതി നീ ആ ചായ കുടിക്ക്, നിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്നും പറഞ്ഞ് ശ്രുതി ആ കപ്പിലെ ചായ കുടിക്കുന്ന നേരത്തെ, അയ്യോ ഞാൻ അശ്വിൻ സാറിന് ഗ്രീൻ ടീ ഉണ്ടാക്കിയില്ലല്ലോ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പോവാണ്. എന്നിട്ട് ശ്രുതി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മിസ് ബിക്ക് വേണ്ടിയിട്ടുള്ള ചായയും കൊണ്ട് പോവാണ്. അവിടെയാണെങ്കിൽ ആകാശിനൊപ്പം ആ കുട്ടി കളിക്കുകയായിരുന്നു. മിസ്റ്റർ എ, നാളെ വീക്കെൻഡ് അല്ലേ, നാളെ ഓഫീസ് ഉണ്ടാവില്ലല്ലോ? ഇല്ലല്ലോ മിസ് ബി. അപ്പോ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? തീർച്ചയായും. സിനിമയ്ക്ക് പോവാ, പാർക്ക് പോവാ, ബീച്ച് പോവാ. മിസ് ബിക്ക് എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും പ്രീതി ആ ചായയുമായി വരികയാണ്. ഗുഡ് മോർണിംഗ് ബാർബി മോളെ. ഞാൻ റൂമിൽ നോക്കിയപ്പോൾ ബാർബി മോളെ കണ്ടില്ലല്ലോ, ഇത്ര രാവിലെ തന്നെ എണീറ്റോ എന്ന് ചോദിക്കുന്നതും ആ കുട്ടി മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ആകാശ്, അശ്വിൻ ചേട്ടൻ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറയുമ്പോൾ, വാ ഇവിടെ ഇരിക്കെ, ഞങ്ങളുടെ കൂടെ 2 റൗണ്ട് കളിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെന്ന് പറയാണ്. ഇവിടെ ഇരിക്കെ പ്രീതി എന്ന് പറയുമ്പോഴേക്കും മിസ് ബി പറയും, വേണ്ട, പ്രീതിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അയ്യോ പ്രീതി എന്നോ? മിസ് ബിയേക്കാളും കുറച്ച് വലിയ ആളല്ലേ, അപ്പൊ പ്രീതി ആന്റി എന്ന് വിളിച്ചൂടെ? ആ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ആകാശ കപ്പിലെ ചായ കുടിക്കുകയാണേ.